ഹലോ, ഇന്നൊരു ഈവനിങ് വ്ലോഗാണേ. ദാണ്ടെ കാർത്തിക്ക് ട്യൂഷന് പോവാണ്. അപ്പൊ ഞാനും കൃതിയും കൂടെ കാർത്തിക്കിന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. വൈകിട്ടത്തെ കുറച്ച് പരിപാടികൾ അത്രേ ഉള്ളൂ. കൃതിയെ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റപ്പോഴേ കുറച്ച് ദേഷ്യത്തിലാണ് എണീറ്റത്. പിന്നെ ഞാൻ കൊണ്ടുപോയി മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ടും എന്തോ ഒരു ദേഷ്യം പോലെ ഉണ്ട്, ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പിന്നെ കുറച്ചു നേരമൊക്കെ എടുത്തോണ്ടൊക്കെ നടന്നു. എന്നെ പിന്നെ ചേട്ടന് ടാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്ത് വന്നപ്പോൾ പാറു വന്ന് കൃതികനെ അങ്ങ് കൊണ്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞ് അതേ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കി കേട്ടോ. രാവിലെ കുറച്ച് താമസിച്ചാലും വൈകിട്ട് ഞാൻ വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോൾ കിച്ചൺ അത്യാവശ്യം ഇങ്ങനെ ക്ലീൻ ആക്കി ഇടാറുണ്ട്, വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ. എനിക്ക് അതിനൊരു പ്രത്യേക സന്തോഷമാണ്. ചിലപ്പോൾ രാവിലെ എനിക്ക് കറക്റ്റായിട്ട് ടൈം കിട്ടാറില്ലെങ്കിലും ഞാൻ വൈകുന്നേര സമയങ്ങളിൽ കൂടുതൽ ഫസ്റ്റ് ക്ലീനിങ് തുടങ്ങുന്നത് തന്നെ കിച്ചണാണ് കേട്ടോ. എന്നിട്ടേ പിന്നെ തൂത്ത് വാരി ബാക്കി തുടയ്ക്കുന്നതും ബാക്കി പരിപാടിയൊക്കെ. പിന്നെ ഇതൊക്കെ എൻ്റെ ഓർഗനൈസേഴ്സും ടിന്നും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഹോളൊക്കെ നേരത്തെ തൂത്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ കിച്ചണൊക്കെ ഒന്നും കൂടെ ഒന്ന് തൂത്ത് എല്ലാം സെറ്റാക്കുകയാണ്, തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ തുടയ്ക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു. എനിക്ക് ചില സമയത്ത് ഈയിടെയായിട്ട് മറവിയുണ്ട് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തുണി കഴുകിയാലും പാത്രം കഴുകിയാലും എൻ്റെ ഡ്രസ്സ് നനയും. ഏപ്രിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഞാനത് അങ്ങനെ കെട്ടാറില്ല, മറന്നു പോകും കേട്ടോ. അങ്ങനെ പിന്നെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് തുണി കഴുകിയത് വിരിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതങ്ങ് വിരിച്ചിടുകയാണ് കേട്ടോ. ചില സമയത്ത് രാവിലെ കഴുകും, ചിലപ്പോൾ വൈകിട്ടേ കഴുകാറുള്ളൂ. രാവിലത്തെ വെയിൽ കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. വെയിൽ വഴിയേ പോയാൽ മൈഗ്രെയിൻ വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ രാവിലെ കഷ്ടപ്പെടാറില്ല. ഈ അടുത്തിടെയായിട്ട് കേട്ടോ, നല്ല മൂടാണെങ്കിൽ രാവിലെ എല്ലാ ദിവസവും തുണി കഴുകും. അത് കഴിഞ്ഞ് പിന്നെ മുറ്റത്ത് കുറച്ച് നമുക്ക് ബോഗൺവില്ല കുറച്ച് പൂക്കളുണ്ട് കേട്ടോ. അത് എപ്പോഴും ഇങ്ങനെ പറന്ന് ഫ്രണ്ടിൽ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ വിളക്ക് വെക്കാനുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു മുറ്റമൊക്കെ അങ്ങ് തൂത്ത് വൃത്തിയാക്കാവുന്നേ. ഇപ്പൊ ഈ മുറ്റം കാണുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുറേ ചെടികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ആകെ 3-4 ബോഗൺവില്ലയും ഒരു തുളസിയും നന്ദിയാർവട്ടവും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനിയും കുറച്ച് നാളും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഏർണിങ്സ് ഒക്കെ കിട്ടിയിട്ട് വേണം ഒരു നല്ലൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. സംഭവം കൂടുതലും ഞാൻ പ്ലാന്റ്സ് വെക്കാത്തത് ഈ ഭാഗത്ത് എപ്പോഴും നമ്മൾ മഴ ടൈമിലൊക്കെ എപ്പോഴും വെള്ളം കയറാറുണ്ട്. അപ്പോൾ ചെടികളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ പിന്നെ ആ ഒരു ഇതിലോട്ടങ്ങ് പോവാഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതേ മേലൊക്കെ കഴുകിയും ഫ്രഷായി പിന്നെന്താ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ വിച്ചാൻ വന്നു കേട്ടോ. ആകെ ഉള്ളത് ഇപ്പം ഈ ഒരു നന്ദിയാർവട്ടം മാത്രമാണ്. എന്നും വന്ന് ഇതിൽ പൂ വിച്ചുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ നേരത്തെ എന്തോരം പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ. ചിലപ്പോൾ എനിക്ക് വിഷമാണ് കേട്ടോ. ഇത് ഞാൻ നന്ദിയാർവട്ടത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന 2 ചെടിയുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മളൊക്കെ കൊച്ചിലെ ക്രിസ്മസ് ട്രീ എന്ന് പറയത്തില്ലേ, ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. അതിൽ ഈ 2 ചെടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഞാൻ വാങ്ങിച്ച കൂട്ടത്തില് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ അച്ഛനകത്തിരിപ്പുണ്ട് കേട്ടോ. കുറച്ചു നേരം പ്രാർത്ഥിക്കും. ഇരുന്ന് നാമം ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഇരുന്ന് നാമം ചെല്ലാൻ പറ്റാറില്ല. എന്നാലും ഞാൻ ഇന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അകത്ത് വന്നപ്പോൾ അച്ഛൻ മഹാഭാരതം കാണുകയാണ് കേട്ടോ. അച്ഛൻ കാണുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ മഹാഭാരതവും ദേവി മഹാത്മ്യം ഒക്കെയാണ് കേട്ടോ കാണുന്നത്. അച്ഛൻ ഇപ്പൊ ഓക്കെ ആയി, ചെറിയ വിമിഷ്ടമൊക്കെ ആയിരുന്നു, ഇപ്പൊ റെഡിയായി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാർത്തിക് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അതാണ്ട ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കണ്ടെയ്നർ സെറ്റ് ആയിരുന്നു, പക്ഷെ ഇതിൽ ഇട്ട് വെക്കാനൊന്നുമില്ല. കാരണം അത്യാവശ്യം എൻ്റെ കിച്ചണിൽ കുറേ കണ്ടെയ്നേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇത് ക്ലീൻ ചെയ്തൊരു ഷോയ്ക്ക് വെച്ചേക്കാണ്. പക്ഷെ ഇവർ രണ്ടുപേരും എപ്പോഴും കളിക്കുന്ന ഇതിലാണ് കേട്ടോ. ഇത് കളിക്കാൻ എടുക്കുമ്പോൾ നല്ല ഉഷാറാണ്, പക്ഷെ കളി കഴിയുമ്പോൾ ഇത് ഞാനാണ് കഷ്ടപ്പെട്ട് തിരിച്ചു കൊണ്ട് വെക്കാറുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ദിവസത്തിന് ശേഷമാണ് ചിക്കൻ വാങ്ങിക്കുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ കറി വെക്കാൻ കുറച്ച് ലേറ്റ് ആയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് 3-4-5 പീസ് എടുത്തൊന്ന് ഫ്രൈ ചെയ്തു. അത് പിന്നെ അതാണ്ട് അച്ഛനും കാർത്തിക്കിനും എല്ലാം കൊടുത്ത് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛന് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കും, രാത്രി ചുമയുണ്ടെങ്കിൽ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ദാണ്ട ഗൈസ് ഞാനും ചോറുണ്ണാൻ ഇരിക്കുകയാണ്. TV കണ്ടുകൊണ്ടാണ് ചോറുണ്ണുന്നത്. ഞാൻ ദേവി മഹാത്മ്യം കാണും കേട്ടോ 8:30-ക്ക്. അത് കണ്ടിട്ടാണ് ചോറുണ്ണുന്നത്. സംഭവം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ പിന്നെ ദാണ്ട ഇടയ്ക്ക് കൃതിയയ്ക്കും കൂടെ കുറച്ച് വാരി കൊടുക്കുന്നുണ്ട്. കൃതിയ തന്നെ തിന്നും, എന്നാലും ഇടയ്ക്ക് നമ്മളും കൂടെ കൊടുക്കണം. TV കാണുന്ന ശ്രദ്ധയിൽ ഇടയ്ക്ക് പുള്ളിക്കാരി വാ തുറക്കാൻ മറന്നു പോകും, അപ്പൊ ഞാൻ വാരി കൊടുക്കും കേട്ടോ.
അങ്ങനെ പിന്നെ പതുക്കെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, എല്ലാരും കഴിച്ചു. കുറെ നാൾ കൂടി ചിക്കൻ കഴിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല, അത് പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നി. പിന്നെ തോന്നി കറി വെച്ചാൽ മതിയായിരുന്നു സമയമില്ലെങ്കിലോ എന്ന്. പിന്നെ അടുത്ത് രാവിലെ കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് കിടക്കാൻ വന്നിട്ട് കാർത്തിക് ഇന്ന് നേരത്തെ തന്നെ സെറ്റിയിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. കൃതിയെ ഉറക്കുന്നതാണ് ടാസ്ക്. കൃതിയെ ഇനി 12 മണി വരെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്ക് മോളെ ഉറങ്ങുന്നതാണ്, ചേട്ടന്റെ കൂടെ കിടക്കത്തുള്ളേ. അങ്ങനെ പിന്നെ ഞാൻ പറയുന്നുണ്ട് മോളെ ഉറങ്ങുന്ന്, എന്നാലും ഒരു സമയമാവും. അങ്ങനെ പിന്നെ എന്താ, അപ്പൊ അതാ എന്റെ ഇന്നത്തെ ഈവനിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. കുറെ ദിവസമായി കേട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഡേ മൈ ലൈഫ് തന്നെ എന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ട് ഞാൻ ഇടാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ബൈ. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്